RSP ചെമ്മരുതി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സുരേഷ് ശിവപുരത്തിന് സ്മരണാർത്ഥം കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. RSP ദേശീയ സമിതി അംഗം സഖാവ് K ജയകുമാർ വിതരണം ഉദ്ഘാടനം ചെയ്തു. RSP ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ചെമ്മരുതി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ UTUC സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് ശോഗിരി സ്വാഗതം പറഞ്ഞു. RSP DC മെമ്പർ അഡ്വക്കേറ്റ് താജുദ്ദീൻ അഹമ്മദ്, RSP വർക്കല ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറി രാമചന്ദ്രൻ നായർ, RSP LC മെമ്പർ സുമനസൻ, ഐക്യമഹിളാ സംഘം വർക്കല ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് അംബിക കുമാരി, കോൺഗ്രസ് ശിവപുരം 4-ാം വാർഡ് പ്രസിഡന്റ് ജയകുമാർ, ഐക്യമഹിളാ സംഘം വർക്കല ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറി ജയശ്രീ S. കുമാർ, മഹിളാ കോൺഗ്രസ് ശിവപുരം 4-ാം വാർഡ് പ്രസിഡന്റ് കനക, ഐക്യമഹിളാ സംഘം ചെമ്മരുതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അമ്പിളി സുരേഷ്, കർഷക തൊഴിലാളി യൂണിയൻ UTUC വർക്കല ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറി വിജയകുമാർ, നാവായിക്കുളം ലോക്കൽ സെക്രട്ടറി ബൈജു കിഴക്കനേല, RSP ചെമ്മരുതി ലോക്കൽ സെക്രട്ടറി സുദർശനൻ കോവൂർ കൃതജ്ഞത പറഞ്ഞു. കൊടുക്കുന്നതല്ല അതിന്റെ വിശേഷം, ആ കൊടുക്കാൻ കാണിച്ച സന്മനസ്, അതിന് സഹകരിച്ച നാട്ടുകാർ, അവരെല്ലാം അഭിനന്ദിക്കാതിരിക്കാൻ കഴിയും. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു യോഗമാണ്. RSPയുടെ നേതൃത്വത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത്. അല്പസ്വല്പം രാഷ്ട്രീയം പറയാതിരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അതും കൂടെ പറയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പക്ഷേ ഈ മണ്ഡലത്തിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അത് നിയമസഭയിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞില്ല. ഇതൊക്കെ അറിയാവുന്നതോടെ ശശി ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, ഈ പഞ്ചായത്ത് മേഖലയാണ് സ്ഥാനാർത്ഥിയായിരുന്നു, പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു. ഇവിടുത്തെ നിലവിലുണ്ടായിരുന്ന MLA പരാജയപ്പെട്ടു. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് വർക്കലയെ പോലുള്ള ഒരു മണ്ഡലത്തിൽ കണ്ണൂർ പോലും CPMന്റെ അടിതെറ്റിയ ജില്ലയിൽ പോലും അത് നടന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് ഈ വർക്കലയിൽ 2000 വോട്ടിനാണ് ഇപ്പോഴത്തെ MLA ജയിച്ചത്. അത് വലിയ കാര്യമല്ല. അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21,000 വോട്ടിന് ജയിച്ച ആളാണ്. ഇപ്പോ 2000 വോട്ടിന് ഭൂരിപക്ഷം. കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ജനങ്ങൾ കരുതിയിരിക്കുകയാണ്. ആ കരുതിയിരുന്നത് കൃത്യമായി വോട്ടിംഗ് മെഷീനിൽ പ്രകടിപ്പിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് വെച്ചാൽ ഒരു ആൾക്കാരെയാണെന്ന് പറയാൻ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും തയ്യാറായി നിൽക്കുകയാണ്. അതിന് കൃത്യമായ മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചു. പിന്നെ അതും കൂടെ പറഞ്ഞു പോകാതിരിക്കാനൊന്നുമില്ല. 102 സീറ്റോടുകൂടി അധികാരത്തിൽ കയറിയ, അധികാരം കൊടുത്ത നമ്മൾ ഇത്തരത്തിലുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. ഇത് പ്രധാനമായും ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ച് വളരുവാൻ, ഭാവിയിൽ വ്യക്തിത്വമുള്ള പൗരന്മാരായി നമ്മുടെ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ നമ്മളെ കഴിയുന്ന ചെറിയ സഹായം നമ്മൾ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യാൻ പൂർണ്ണമായി ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയാം. രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കഴിയാത്ത ഏത് സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസമാണ്. അതാക്കും നമ്മളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. നമ്മൾ പഠിച്ചു വളരുന്നതിലേക്ക് വേണ്ടി സർക്കാരിന്റെ സഹായങ്ങളെല്ലാം ഉണ്ട്. അതോടൊപ്പം ഇതുപോലുള്ള പ്രാദേശികമായ കക്ഷികളുടെയും സ്ട്രേറ്റ് ഫോർവേഡ് പ്രവർത്തനത്തിന് എല്ലാ സാമൂഹ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ കർത്തവ്യത്തിലേക്ക് കടക്കുക. നമ്മുടെയൊക്കെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടം. പഠനം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു കൃഷിയിറക്കൽ പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്.
ഇന്ന് നിങ്ങൾ നന്നായി പഠിക്കുകയാണ്. നാളെ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായി വളരെ നല്ല രീതിയിൽ ഇത്തരത്തിൽ നമ്മുടെ അനുസ്മരണ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു മാതൃകാപരമാകുന്ന ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ പ്രദേശത്തെ ശ്രീമാൻ ശശികുമാർ അടക്കമുള്ള റവല്യൂഷണറി സോഷ്യലിസ്റ്റ് ഫസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ വേണ്ടി തയ്യാറാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്നാട്ടിലെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പാർട്ടിയുടേതായിട്ടുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചുള്ള ഒരു അനുസ്മരണവും അവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തിട്ടുള്ള ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി തന്നെ ഇന്ന് നിലവിലിരിക്കുന്ന പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളടക്കമുള്ള ആളുകൾക്ക് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരവും പ്രചോദനമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത്തരത്തിലുള്ള കഴിഞ്ഞ 4 വർഷമായി നമ്മളോടൊപ്പം ഇല്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിൽ പൊതുപ്രവർത്തകர்கள் പ്രത്യേകിച്ചും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ശിവപുരം സുരേഷിനെ സഖാവിനെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. നേരത്തെ അറിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ 4 വർഷങ്ങളിലും അദ്ദേഹത്തിന്റെ പേരിൽ ഇതുപോലെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ RSPയുടെ ലോക്കൽ കമ്മിറ്റി ചെയ്യാറുണ്ട്. വളരെ നല്ല കാര്യമാണ്, അഭിനന്ദനാർഹമാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികളോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഒരു ഭരണമാറ്റം ഉണ്ടായ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം. നാളെ മുതൽ നിങ്ങൾ 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. നിങ്ങൾക്ക് പ്രഭാതഭക്ഷണവും അതുപോലെ ഉച്ചഭക്ഷണവും നൽകുന്നതിന് നിങ്ങളുടെ അധ്യാപകർക്ക് നിലവിലുള്ള ബുദ്ധിമുട്ടിനി തീർച്ചയായും ഉണ്ടാകില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാണ്. അതിനുള്ളൊരു ഭരണമാറ്റം മാൻഡേറ്റാണ് ജനങ്ങൾ തന്നിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാ കുട്ടികൾക്ക് എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഞാൻ കൂടുതൽ നേരം സംസാരിക്കുന്നില്ല. രാഷ്ട്രീയ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയല്ല. നമ്മുടെ RSPയുടെ പരിധി ലോക്കൽ സെക്രട്ടറിയായ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ധനോപകരണം അതിന് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ടീച്ചറും നിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത് സംബന്ധിക്കേണ്ടതും നിങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടതുമായ കനക ടീച്ചറാണ്. കനക ടീച്ചറെ 2 വാക്ക്. അടുത്തതായിട്ട് നമ്മുടെ അതിഥിയാണ്. എല്ലാവരും കിഴക്കനയിൽ നോക്കുക. നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല. നാവായിക്കോട്ടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. പ്രിയമുള്ളവരെ, വളരെ സമയം വൈകി ഇന്ന് ഈ അനുശോചനത്തിന് ഈ പഠനോപകരണ വിതരണത്തിന് എന്നെ ക്ഷണിച്ച ചെമ്പരത്തി ലോക്കൽ കമ്മിറ്റി പ്രത്യേകം നന്ദി. ഈ കൊച്ചുകുട്ടികൾക്ക് ജീവിതത്തിൽ നല്ല ഭാവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ശിവാനി സുരേഷ്, പ്രസാദ് വിജയഭവൻ, വസുദേവ് അദ്വൈത് അവന്തിക, അനാമിക, ശരണ്യ, സ്ട്രേറ്റ് ഫോർവേഡ് ചെമ്മരുതി വർക്കല.